എല്ലാവർക്കും എൻ്റെ വക ദീപാവലി ആശംസകൾ. ദീപാവലി എന്ന് പറഞ്ഞാൽ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്, അതായത് പ്രകാശത്തിന്റെ ഉത്സവം. തുലാമാസത്തിലെ അമാവാസി ദിവസമാണ് നാം ദീപാവലി ആഘോഷിക്കുന്നത്. മൺചിരാതുകളിൽ വിളക്ക് കത്തിച്ചും പടക്കം പൊട്ടിച്ചിട്ടുമൊക്കെയാണ് ദീപാവലി ആഘോഷിക്കുന്നത്. ലക്ഷ്മി ദേവിക്കായി പൂജകൾ അർപ്പിച്ചുകൊണ്ടാണ് ദീപാവലി പൂജയുടെ തുടക്കം. രാമരാവണ യുദ്ധത്തിൽ രാമൻ രാവണനെ വധിച്ച് വിജയശ്രീലാളിതനായി അയോധ്യയിലെത്തിയതിന്റെ ആഘോഷമാണ് ദീപാവലി എന്നൊരു വിശ്വാസമുണ്ട്. മറ്റൊരു ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ ലക്ഷ്മി ദേവിയുടെയും മഹാവിഷ്ണുവിന്റെയും വിവാഹ ദിനമാണ് ദീപാവലി എന്നാണ്. ഗണപതി, കാളി എന്നീ ദൈവങ്ങളുടെ അനുഗ്രഹം ധാരാളം ലഭിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ദീപാവലി. ഐശ്വര്യദേവതയായ ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നതിനായി വീടുകളിലും ക്ഷേത്രങ്ങളിലും ധാരാളം പൂജകൾ നടത്താറുണ്ട്. ഇരുട്ട് നിറഞ്ഞ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുക എന്ന അർത്ഥത്തിലാണ് ദീപാവലി ദീപങ്ങളുടെ ആഘോഷമാക്കി മാറ്റുന്നത്. സീതാദേവിനെ നേടിയിട്ട് വിജയശ്രീലാളിതനായി വന്ന രാമനെ വരവേൽക്കാനാണ് വീടിന്റെ മുറ്റത്ത് കോലങ്ങളും പൂക്കളും ഒക്കെ വെച്ചിട്ട് രംഗോലിയും പൂക്കളവും ഒക്കെ ഇടുന്നത്. നരകാസുരവധത്തിൽ ആഹ്ലാദം പൂണ്ട ദേവന്മാർ ദീപങ്ങൾ കത്തിച്ചും കരഘോഷങ്ങൾ മുഴക്കിയും മധുരം നൽകിയും സന്തോഷം പങ്കുവച്ചു. എന്നാൽ ബംഗാളിലാവട്ടെ ദീപാവലി പിതൃദിനമായാണ് ആഘോഷിക്കുന്നത്. ഈ ദിനത്തിൽ ഭൂമിയിലെത്തുന്ന പിതൃക്കൾക്ക് വഴികാട്ടാനായി വലിയ ദണ്ടുകൾ ഉയർത്തിവെച്ച് അതിനു മുകളിൽ ദീപം കത്തിച്ചുവെച്ച് പ്രത്യേക പ്രാർത്ഥനകളും പൂജകളും നടത്തിവരാറുണ്ട്. ധാന്യപ്പൊടിയോ ചാണകപ്പൊടിയോ ഉപയോഗിച്ച് മഹാബലിയുടെ പ്രത്യേക രൂപമുണ്ടാക്കി അദ്ദേഹത്തിന്റെ രാജ്യം വീണ്ടും വരട്ടെ എന്ന് പറഞ്ഞ് സ്ത്രീകൾ പ്രാർത്ഥിക്കുന്നതാണ് ഈ ആഘോഷത്തിന്റെ മുഖ്യ ചടങ്ങ്. ജൈനമതക്കാർക്കിടയിൽ മഹാവീരൻ നിർവ്വാണം പ്രാപിച്ച ദിനത്തിന്റെ ഓർമ്മയായാണ് ദീപാവലി ആഘോഷിക്കുന്നത്. പുതുവസ്ത്രങ്ങൾ ധരിച്ചിട്ട് ദീപം തെളിയിക്കുന്നതും സമ്മാനങ്ങൾ കൈമാറുന്നതും ദീപാവലിക്ക് എല്ലായിടങ്ങളിലും ഒരു പതിവാണ്.